ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 136 സങ്കീർത്തനം 23 തിരുവചനത്തിൽ വചനം പറയുകയാണ്, നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പ്രിയ സഹോദര സഹോദരി, കർത്താവിന്റെ അനന്തമായ നന്മകളെ, അവിടുത്തെ നിസ്സീമമായ കാരുണ്യത്തെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇന്നത്തെ സ്തുതി ആരാധനയിൽ പ്രത്യേക നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത് എല്ലാ യുവജനങ്ങൾക്കും വേണ്ടിയാണ്. സകല യുവജനങ്ങളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവരാജ്യത്തിന്റെ കൊടുങ്കാറ്റുകളായി മാറുവാൻ നമ്മൾ ആത്മാവിൽ ഐക്യപ്പെട്ട് ഒരു ഭവനമായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം വലതുകരം ഉയർത്തി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിട്ടുള്ളവരെ, തകർന്നിരിക്കുന്നവരെ, വേദനിച്ചിരിക്കുന്നവരെ, പരാജയത്തിലും പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും അകപ്പെട്ട ഒരുപാട് മക്കള് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളിൽ ഇടപെടുന്ന അത്ഭുതത്തിന് മണിക്കൂറുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ പ്രവർത്തിക്കണമേ, അഭിഷേകം പകരണമേ, അനേകം ആയിരങ്ങളിൽ നിന്റെ അത്ഭുത ശക്തിയെ വെളിപ്പെടുത്തണമേ. എല്ലാ യുവജനങ്ങളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവരാജ്യത്തിന്റെ കൊടുങ്കാറ്റുകളായി മാറട്ടെ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ്. വലിയ ആനന്ദത്തോടെ കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കാൻ പോവുകയാണ്. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. എത്ര പേര് വിശ്വസിക്കുന്നു? എങ്കിൽ ആനന്ദത്തോടെ പാടിയേ. കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. കൂടാരമാകും ഈ ഭൗമഭവനം കൂടുവിട്ടു പറന്നു പോകും, കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു. പരസ്പരം സന്തോഷത്തോടെ പറഞ്ഞു പാടി. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. എല്ലാ ദുഃഖങ്ങളും വേദനകളും മറന്ന് പരിശുദ്ധാത്മ നിറഞ്ഞ് അഭിഷേകത്തോടെ പാട്. കരങ്ങൾ ഉയർത്തിയടിച്ച് ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ഈരകരങ്ങൾ കർത്താവിന്റെ മുൻപിൽ ഉയർത്തിപ്പിടിച്ച് സകല യുവജനങ്ങളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവരാജ്യത്തിന് കൊടുങ്കാറ്റുകളായി മാറാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, ഈ പുതിയ തലമുറയുടെ മേൽ വരണമേ. കാലഘട്ടത്തിന് അഭിഷേകമായി വരണമേ, ഇന്നിന്റെ അഭിഷേകമായി വരണമേ, നവമായ കൃപയായി വരണമേ. പരിശുദ്ധാത്മാവേ കത്തിപ്പടരണമേ. ഈ കാലഘട്ടത്തിന്റെ മേൽ, എല്ലാ കുടുംബങ്ങളുടെ മേൽ, ഈ തലമുറയുടെ മേൽ അഭിഷേക അഗ്നിയായി കത്തിപ്പടരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എല്ലാ യുവജനങ്ങളെയും ദൈവരാജ്യത്തിന് കൊടുങ്കാറ്റുകളാക്കി മാറ്റണമേ. കർത്താവിന്റെ സുവിശേഷത്തിന്റെ അഗ്നിനാളങ്ങളാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധന കെട്ടുകൾ അഴിയട്ടെ, സാത്താൻ കോട്ടകൾ തകരട്ടെ, തിരുമലാധിപത്യ അധികാര കോരികൾ പരിശുദ്ധാത്മന്റെ അഭിഷേക അഗ്നിയാൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിക്കണമേ. 10,000ങ്ങളിൽ ജനലക്ഷങ്ങളിൽ പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങള്, അടയാളങ്ങള്, പ്രഘോഷിക്കപ്പെടുന്ന തിരുവചനങ്ങള് സ്ഥിരീകരിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. വേദനിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. തകർന്നുപോയ ജീവിതങ്ങള് ഉയർത്തണമേ. പരാജയപ്പെട്ടവരെ ജയത്തിലേക്ക് നയിക്കണമേ. ലോർഡ് ബ്ലെസ്. സാമ്പത്തികമായി തകർന്നടിഞ്ഞ ജീവിതങ്ങളെ കർത്താവേ നീ പുനരുദ്ധരിക്കണമേ.
മക്കളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കണമേ, തലമുറകളെ കൊടുക്കണമേ. ദൈവരാജ്യത്തിന്റെ പ്രഘോഷകരെ, ശുശ്രൂഷകരെ നവമായ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവെ ജ്വലിപ്പിക്കണമേ. പ്രവചനങ്ങളെ തുറവിയോടെ സ്വീകരിക്കുവാൻ, കർത്താവിന്റെ വചനങ്ങളെ ആനന്ദത്തോടെ ഏറ്റെടുക്കുവാനുള്ള ആത്മനിറവ് ജനലക്ഷങ്ങൾക്ക് പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ വഴി പ്രദാനം ചെയ്യണമേ. ബ്ലെസ്, ബ്ലെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനകോടികളെ കർത്താവേ കരം നീട്ടി അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഒന്ന് പരിശുദ്ധാത്മാവേ കൃപ നൽകി, ജ്ഞാനം നൽകി, അഭിഷേകം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, വിവിധ നിയോഗങ്ങളുമായി ഈ ആത്മീയ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന 10,000-ങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. സകല യുവജനങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിത്യജീവന്റെ വചസ്സുകളായ കർത്താവിന്റെ വാക്കുകളെ ഏറെ ആനന്ദത്തോടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കാം. സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങൾ നിങ്ങൾ അടിവരയിടണം. പിന്നീട് വായിച്ച് ധ്യാനിച്ച് കൂടുതൽ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങണം. കാലത്തിന്റെ അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ കർത്താവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് അത്തിമരത്തിന്റെ തളിർപ്പിനെ കുറിച്ചാണ്. ഒലിവുമലയിൽ ഈശോ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ അടുത്ത് ചെന്ന് കർത്താവോട് ചോദിച്ചു, അവിടുത്തെ ആഗമനത്തിന്റെ അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. കർത്താവ് പല അടയാളങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ പ്രത്യേകമായി ഒരു കാര്യം മുന്നറിയിപ്പായി ഈശോ പറയുകയാണ്, അത്തിമരത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. അത്തിമരം തളിർക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ അടുത്തെത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഇസ്രായേൽ ജനതയെ അത്തിമരത്തോടാണ് ഉപമിക്കുന്നത്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 5-ാം വചനത്തിൽ വചനം പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് കൽദായരുടെ നാട്ടിലേക്ക് അടിമകളായി അയച്ച യൂദാ നിവാസികളെ നല്ല അത്തിപ്പഴത്തെ പോലെ നല്ലവരായി കരുതും. കർത്താവ് പറയാ, ഞാൻ ഇവിടെ നിന്ന് ബാബിലോൺ നാട്ടിലേക്ക് അടിമകളായി അയച്ച യഹൂദ ജനതയെ നല്ല അത്തിപ്പഴത്തെ പോലെ കരുതും. പ്രവാചകനായ ഹോസിയ 9-ാം അധ്യായം 10-ാം വചനത്തിൽ വീണ്ടും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, യഹൂദ ജനതയെ നോക്കി കർത്താവ് പറയാ, നിങ്ങളുടെ പിതാക്കന്മാരെ അത്തിമരത്തിന്റെ ആദ്യ ഫലം പോലെ ഞാൻ കണ്ടു. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6-7 വചനങ്ങളിൽ വീണ്ടും കർത്താവ് ഇത് ആവർത്തിച്ച് നമ്മെ വ്യക്തമാക്കി പഠിപ്പിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അത്തിമരം വിശുദ്ധ ബൈബിളിൽ യഹൂദ ജനതയെ, ഇസ്രായേൽ ജനതയെ സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷ നമ്മൾ അല്പം ചരിത്രത്തിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ബൈബിളിലെ ദൈവം ചരിത്രത്തിലെ ദൈവമാണ്. ചരിത്രത്തിൽ വാഴുന്നതും ചരിത്രത്തെ നിയന്ത്രിക്കുന്നതും ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല, ഈ ലോകത്തിലെ മറ്റ് ഭരണാധികാരികളല്ല, അത് നമ്മുടെ കർത്താവാണ്. സ്വർഗത്തിലെ ദൈവമാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നത്. ഇസ്രായേൽ ജനതയിലോട്ട് നമുക്ക് വരാം. എന്താണ് ഇസ്രായേൽ ജനതയുടെ പ്രത്യേകത? നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇസ്രായേലിന്റെ ചരിത്രം ഇന്ന് ലോകത്തിന് ഒരു അത്ഭുതമാണ്. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഇസ്രായേൽ ജനതയുടെ നിലനിൽപ്പ്. ലോകത്തിൽ
ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു ജനത ഉണ്ടായിട്ടില്ല. അതുപോലെ യഹൂദ ജനത പീഡിപ്പിക്കപ്പെട്ടു, എല്ലാവിധത്തിലും തകർക്കപ്പെടുകയാണ്. യഹൂദ ജനതയ്ക്ക് ലഭിച്ച പീഡനങ്ങളുടെ 10-1 പീഡനങ്ങൾ ലഭിച്ച ഒരു ജനതയും ഇന്ന് ലോകത്തിൽ അവശേഷിച്ചിട്ടില്ല. എല്ലാം നശിച്ചു പോയി. 2ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ ഏകദേശം 60 ലക്ഷം യഹൂദരെ കൊന്നൊടുക്കി. ഇതുപോലെ എല്ലാവിധത്തിലും തകർക്കപ്പെട്ടിട്ടും ലോക ചരിത്രത്തിൽ കരുത്തോടെ ഇസ്രായേൽ ജനത നിലകൊള്ളുകയാണ്. എന്താ ഇതിന്റെ കാരണം? ഇത് അവിചാരിതമല്ല, ഇത് കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ്. എല്ലാവിധത്തിലും ഇസ്രായേൽ എന്ന് വളരുകയാണ്. കേരളത്തിന്റെ പകുതി മാത്രം വലിപ്പമുള്ള ഒരു കൊച്ചു രാജ്യം, 467 കിലോമീറ്റർ നീളവും 135 കിലോമീറ്റർ മാത്രം വീതിയുമുള്ള കേരളത്തിന്റെ പകുതി മാത്രം വലിപ്പം വരുന്ന ഈ കൊച്ചു രാജ്യം എഴുന്നേറ്റ് നിന്നൊരു കാര്യം പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ കിടുകിട വിറയ്ക്ക്. എന്തിന്? അമേരിക്ക പോലും 10 പ്രാവശ്യം ചിന്തിക്കും. അത്രയും കരുത്തന്മാരാണ് ഇസ്രായേൽ ജനത. കാർഷികപരമായി എന്തുമാത്രം ഒരു ഉയർന്ന സംവിധാനമാണ് അവര് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ കാർഷിക വിഭവങ്ങളാണ് ലോക മാർക്കറ്റുകളിൽ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൈനികപരമായും ഇസ്രായേൽ വലിയ ശക്തിയാണ്. ഇന്ത്യ പോലുള്ള മറ്റു പല രാജ്യങ്ങളും ഇസ്രായേലിൽ നിന്നാണ് യുദ്ധവിമാനങ്ങളും യുദ്ധോപകരണങ്ങളൊക്കെ വാങ്ങുന്നത്. ശാസ്ത്രീയമായും സാമ്പത്തികമായും ഈ രാജ്യം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ മറ്റ് എല്ലാ രാജ്യങ്ങൾക്കും ഇസ്രായേൽ എന്നൊരു അത്ഭുതമാണ്. ഞാൻ സ്നേഹത്തോടെ ചോദിക്കുക, എന്താ ഇതിന്റെ കാരണം? തിരുവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത ദൈവത്തിന്റെ ഉടമ്പടിയുടെ ജനമാണ്. യഹൂദന്മാർ അത് അറിഞ്ഞില്ലെങ്കിലും ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ഉടമ്പടിയുടെ ജനമാണ്. പുറപ്പാടിന്റെ പുസ്തകം 6-ാം അധ്യായം 7-8 വചനങ്ങളിൽ വചനം പഠിപ്പിക്കുകയാണ്. കർത്താവ് ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് പറയാ, നിങ്ങളെ ഞാൻ എന്റെ സ്വന്തം ജനമായി സ്വീകരിക്കും. കർത്താവ് ഹൃദയം തുറക്കുകയാണ്. നിങ്ങളെ ഞാൻ എന്റെ സ്വന്തം ജനമായി സ്വീകരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. 8-ാം വചനത്തിൽ വീണ്ടും വചനം പറയുന്നു, അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ചെയ്ത വാഗ്ദാന ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും. ഇനി ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടിട്ടും ഇസ്രായേൽ ജനത വളരുന്നുവെങ്കിൽ അതിന്റെ കാരണം ദൈവത്തിന്റെ ഉടമ്പടിയാണ്. ഞാൻ നിങ്ങളെ നയിക്കും, ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, ഞാൻ നിങ്ങളെ നട്ടുവളർത്തും, ഞാൻ നിങ്ങളെ പരിപാലിക്കും. അവർ ഗോഡ് ഈസ് കവനന്റ് ഗോഡ്. നമ്മുടെ കർത്താവ് ഉടമ്പടിയുടെ ദൈവമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 12:1 പൂർവ്വപിതാവായ അബ്രഹാമിനെ നോക്കി ദൈവം പറഞ്ഞില്ലേ, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 14-15 വചനങ്ങളിൽ കർത്താവ് പറഞ്ഞു, അബ്രഹാമേ, നീ നോക്കിക്കണ്ട പ്രദേശം മുഴുവൻ ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി തന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രതലം, ഈ ദേശം ദൈവം യഹൂദന്മാർക്ക് കൊടുത്തിരിക്കുകയാ, അബ്രഹാമുമായി ചെയ്ത ഉടമ്പടി പ്രകാരം. പൗലോസ് ഇത് കുറേ വ്യക്തമാക്കുന്നുണ്ട്. റോമാക്കാർക്ക് ലേഖനം 3-ാം അധ്യായം 2-ാം വചനത്തിൽ ശ്ലീഹ പറയുകയാണ്, ഒന്നാമതായി ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചിരിക്കുന്നത് യഹൂദന്മാർക്കാണ്. എത്ര കൃത്യമായ വചനം! നമ്മുടെ പ്രവാചകന്മാർ ഏലിയ, മോശ, ജോഷുവ, ജെറമിയ, നമ്മളൊക്കെ പ്രവാചകന്മാരായി ബഹുമാനിക്കുന്നവരെ ഏത് ജനതയിൽ നിന്ന് വന്നവരാ? യഹൂദ ജനതയിൽ നിന്ന് വന്നവരാ. അപ്പോസ്തലന്മാരെ, ഔസേപ്പ് പിതാവ്, പരിശുദ്ധ അമ്മ, എന്തിനെ സാക്ഷാൽ ദൈവപുത്രനായ നമ്മുടെ കർത്താവായ ഈശോ യഹൂദ ജനതയിൽ നിന്ന് വന്നവനാണ്. അപ്പൊ യഹൂദന്മാർ ദൈവത്തിന്റെ സ്പെഷ്യൽ പീപ്പിളാ, ദൈവത്തിന്റെ ഒരു പ്രത്യേക ജനമാണ്. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ യഹൂദ ജനതയോടുള്ള ബന്ധത്തിൽ ക്രൈസ്തവരായ നമ്മോട് പറഞ്ഞു, യഹൂദന്മാർ ക്രൈസ്തവരുടെ ജ്യേഷ്ഠ സഹോദരന്മാരാണ്. ജ്യേഷ്ഠ സഹോദരന്മാരാണ്, കാരണം അവരും ദൈവത്തിന്റെ ഉടമ്പടിയുടെ ജനമാണ്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 46-ാം തിരുവചനത്തിൽ
ഇന്നേക്കാൾ 3500 വർഷങ്ങൾക്ക് മുൻപ് യഹൂദ ജനതയോടുള്ള ബന്ധത്തിൽ കർത്താവ് തന്റെ പ്രവാചകനായ മോശയിലൂടെ സംസാരിക്കുകയാണ്. ഇസ്രായേൽ ജനം അവർ അടയാളവും അത്ഭുതവുമായിരിക്കും. ഇന്ന് ലോകത്തിന് അടയാളമായി അത്ഭുതമായി ഇസ്രായേൽ ജനത നിലകൊള്ളുകയാണ്. ആർക്കും പിടികിട്ടുന്നില്ല. യുണൈറ്റഡ് നേഷന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ, ഭരണാധികാരികൾക്ക് ആർക്കും പിടികിട്ടാത്ത വിധത്തിൽ ഇസ്രായേൽ ജനത ഒരു അടയാളവും അത്ഭുതവുമായി ലോക ചരിത്രത്തിൽ നിലകൊള്ളുകയാണ്. ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം അവരുടെ മേലുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 5-ാം വചനത്തിൽ 2500 വർഷങ്ങൾക്ക് മുൻപ്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ബൈബിളിലെ ദൈവം ചരിത്രത്തിലെ ദൈവമാണ്. വിശുദ്ധ ബൈബിൾ, എന്റെ പ്രിയപ്പെട്ടവർ, ഇത് അപ്ഡേറ്റ് ആണ്. പ്രവാചകന യേശയ്യ പറയുന്നുണ്ട്, കർത്താവിന്റെ പുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിച്ച് വായിക്കുക, അവയിൽ ഇല്ലാത്തതായി ഒന്നും തന്നെ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഹിസ്റ്ററി ബൈബിളിലുണ്ട്. വിശുദ്ധ ബൈബിൾ ചരിത്രം പഠിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല, എന്നാൽ ചരിത്രം ബൈബിളിലുണ്ട്. മാത്തമാറ്റിക്സ് ബൈബിളിലുണ്ട്. സയൻസ് ബൈബിളിലുണ്ട്. ഇന്ന് ലോകത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വളരെ ലേറ്റസ്റ്റ് ആയി വെളിപ്പെടുന്ന ആനുകാലിക സംഭവങ്ങൾ വരെ വിശുദ്ധ ബൈബിളിലുണ്ട്. ഇത് ചുമ്മാ ഒരു പഴഞ്ഞൻ പുസ്തകമല്ല. നമ്മൾ കൊച്ചു കുട്ടികൾക്ക് മുത്തശ്ശി കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അങ്ങനെ കുറെ കഥകൾ അടങ്ങിയ ഒരു പുസ്തകമല്ല. ഇത് ബുക്ക് ഓഫ് ദ ലോർഡ്, ഇത് കർത്താവിന്റെ പുസ്തകമാണ്. ഫ്രഞ്ച് വിപ്ലവ നായകനായ വോൾട്ടയർ നമുക്ക് കുറെ പേർക്കൊക്കെ അറിയാം. അദ്ദേഹം ഒരു ദൈവ നിഷേധിയായിരുന്നു, എത്തിസ്റ്റായിരുന്നു. തന്റെ മുറിയിലിരുന്ന് അദ്ദേഹം എഴുതി, ശാസ്ത്രലോകം വളർന്ന് വലുതാകുമ്പോൾ ആധുനിക മനുഷ്യൻ ബൈബിൾ എന്ന ഈ പുസ്തകത്തെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയും, ഇത് വെറും വേസ്റ്റ് ആയിട്ട് കരുതും. എന്നാൽ പ്രിയപ്പെട്ടവരെ, വോൾട്ടയർ മരിച്ചു, കടന്നുപോയി. ബൈബിൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ പുസ്തകത്തെ ആരൊക്കെ നശിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ, ഒന്നെങ്കിൽ അവര് നശിച്ചു, അല്ലെങ്കിൽ അവർ ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകരായിട്ട് മാറി. ഇന്ന് വോൾട്ടയർ അത് ഏത് മുറിയിലിരുന്നാട്ടാണ് എഴുതിയത്, ആ മുറി മുഴുവൻ വിശുദ്ധ ബൈബിൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ബൈബിൾ സൊസൈറ്റി കോടിക്കണക്കിന് ഡോളർ മുടക്കി വോൾട്ടയറുടെ വീട് വിലയ്ക്ക് വാങ്ങിയിട്ട് ബൈബിൾ അച്ചടിക്കുന്ന പ്രസ്സാക്കി അത് മാറ്റി. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 5-ാം വചനത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ 2500 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്. ഇതാണ് ജെറുസലേം, ജനതകളുടെയും രാജ്യങ്ങളുടെയും മധ്യേ ഞാൻ അവളെ സ്ഥാപിച്ചിരിക്കുന്നു. എത്ര മനോഹരമായൊരു പ്രവചന ഭാഗമാണിതെന്നറിയോ? ഇതാണ് ജെറുസലേം, ജനതകളുടെയും രാജ്യങ്ങളുടെയും മധ്യേ ഞാൻ അവളെ സ്ഥാപിച്ചിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ലോകത്തിന്റെ മധ്യഭാഗം ജെറുസലേമാണ്. സെന്റർ ഓഫ് ദ വേൾഡ് ഇസ്രായേലാണ്, ജെറുസലേമാണ്. നിങ്ങൾ നോക്കിക്കണ്ടേ, ലോകത്തിന്റെ മധ്യഭാഗം ജെറുസലേമാണ്. മറ്റൊരു സവിശേഷത, 3 ഭൂഖണ്ഡങ്ങളും സംഗമിക്കുന്ന ഒരു സ്ഥാനമാണ് ജെറുസലേം. ആഫ്രിക്കയും ഏഷ്യയും യൂറോപ്പും 3 ഭൂഖണ്ഡങ്ങൾ സംഗമിക്കുന്ന സ്ഥാനമാണ് ജെറുസലേം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 12-ാം വചനത്തിൽ വീണ്ടും കർത്താവ് പറയുകയാണ്, ഭൂമിയുടെ മധ്യേ ഞാൻ അവളെ സ്ഥാപിക്കും, ഞാൻ അവളെ സ്ഥാപിക്കും. ഇന്ന് നമുക്കറിയാം കർത്താവ് അത് ചെയ്തു കഴിഞ്ഞു. ലോകത്തിന്റെ മധ്യേ ജെറുസലേമിനെ കർത്താവ് നിർത്തിയിരിക്കുകയാണ്. ഇത് ചരിത്രത്തിൽ വെളിപ്പെട്ട കാര്യമാണ്. ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. കർത്താവ് പറഞ്ഞു, അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം ദൈവത്തോട് മറുതലിപ്പ് കാണിച്ചപ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകളെ ചവിട്ടിക്കളഞ്ഞ് പാപവഴിയിലോട്ടും വിഗ്രഹാരാധനയിലേക്കും മ്ലേച്ഛതയിലോട്ടും അവർ കടന്നുപോയപ്പോൾ യഹൂദനെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 64-ാമത്തെ തിരുവാക്യം, പ്രവാചകനായ മോശയിലൂടെ ദൈവം പറഞ്ഞു, യഹൂദ, ലോകത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ സകല ജനതകളുടെ ഇടയിലും ഞാൻ നിങ്ങളെ ചിതറിക്കും. കൃത്യമായി കർത്താവ് പറയുകയാണ്, ലോകത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ
സകല ജനതകളുടെ ഇടയിലും ഞാൻ നിങ്ങളെ ചിതറിക്കും. ഇന്നേക്കാൾ 3500 വർഷങ്ങൾക്ക് മുൻപാണ് പ്രവാചകനായ മോശയിലൂടെ കർത്താവ് ഇത് പറഞ്ഞത്. വീണ്ടും ഹോസിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വചനത്തിൽ വചനം പറയുകയാണ്, ഇസ്രായേൽ ജനം ചരിത്രത്തിൽ ഏറെ കാലം രാജാക്കന്മാരോ പുരോഹിതന്മാരോ ആരാധന സ്തംഭമോ എഫോദോ കുലദൈവങ്ങളില്ലാതെ കഴിയേണ്ടി വരും. ലോക ചരിത്രത്തിൽ ഏറെ കാലം എല്ലാം നഷ്ടപ്പെട്ടവരായി പരിത്യരായി ഇസ്രായേൽ ജനത കഴിയേണ്ടി വരും. ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും, ഏകദേശം 1900 വർഷം ലോക ചരിത്രത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ യഹൂദ ജനതയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നു. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വാ. നമ്മുടെ കർത്താവായ ഈശോ എന്താ പറഞ്ഞത്? ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, അവർ വാളിന്റെ വാൾത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്ക് തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. എല്ലാ ജനതകളിലേക്കും അവരെ തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, നിയമവർദ്ധന പുസ്തകത്തിലൂടെ, പ്രവാചകനായ ഹോസിയായിലൂടെ, കർത്താവിന്റെ തിരുവചനങ്ങളിലൂടെ പ്രവചിക്കപ്പെട്ട ഈ പ്രവചനം ലോക ചരിത്രത്തിൽ പൂർണ്ണമായും നിറവേറപ്പെടുകയാണ്. BC 600 അവരുടെ രാജ്യവാഴ്ച അവസാനിച്ചു. AD 70 അവർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജെറുസലേം ദേവാലയം നഷ്ടപ്പെട്ടു. AD 135 അവരുടെ അവകാശ ഭൂമിയായ സ്വന്തം മണ്ണ് വിട്ടുപേക്ഷിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ ഓടിപ്പോകേണ്ടി വന്നു. ലിറ്ററലി കർത്താവിന്റെ തിരുവഴുത്തുകൾ നിറവേറപ്പെടുകയാണ്. യേശു പറഞ്ഞു, ആകാശം ഭൂമിയും കടന്നുപോയാലും എന്റെ വചനം കടന്നു പോവുകയില്ല. നിങ്ങൾ എത്ര പേര് ഈ വചനങ്ങളിൽ വിശ്വസിക്കുന്നു? അവർ സ്വരമുയർത്തി ഒരു ഹല്ലേലൂയ പറയട്ടെ. ശമത്തായുടെ സുവിശേഷം 24-ാം അധ്യായം 2-ാം വചനത്തിലോട്ട് വരുമ്പോൾ കൃത്യമായി നമുക്ക് അവിടെ കാണാൻ കഴിയും. ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, മനോഹരമായി ജെറുസലേം ദേവാലയം ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. AD 70-ാം ആണ്ടിൽ റോമൻ പട്ടാള നായകനായ ടൈറ്റസിന്റെ നേതൃത്വത്തിൽ റോമൻ പട്ടാളം ജെറുസലേം ആക്രമിക്കുകയാണ്. ആ വലിയ ആക്രമണത്തിൽ ജെറുസലേം ദേവാലയം അഗ്നിക്കിരയാവും. യഹൂദ ജനം പ്രാണരക്ഷാർത്ഥം ലോകത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിന് നഷ്ടപ്പെട്ടു, മക്കൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, സഹോദരന്മാർക്ക് സഹോദരിമാരെ നഷ്ടപ്പെട്ടു, ബന്ധങ്ങൾ മുറിഞ്ഞുപോയി. ലോകത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക്, വിവിധ ജനതകളിലേക്ക് യഹൂദന്മാർ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോവുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലും യഹൂദൻ വന്നെത്തി. കൊച്ചിയിൽ ഇപ്പോഴും യഹൂദ സിനഗോഗ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കണ്ടേ, കൊച്ചിയിലുള്ള യഹൂദ സിനഗോഗ്, യഹൂദ സ്ട്രീറ്റ് അവിടെയുണ്ട്. ഇന്നും ചില യഹൂദന്മാർ അവിടെ കഴിയുന്നുണ്ട്. യഹൂദന്മാരുടെ വലിയൊരു സിമിത്തേരി മാളയിലുണ്ട്. അങ്ങനെ ആ ദേശത്തിന് മാള എന്ന പേര് ലഭിച്ചത്. ഇന്ത്യയിൽ ബോംബെയിലെ ഒരു വലിയ യഹൂദ സ്ട്രീറ്റ് ഉണ്ട്. നൂറുകണക്കിന് യഹൂദന്മാർ അവിടെ പാർക്കുന്നുണ്ട്. നിങ്ങളത് നോക്കിക്കാണ്. മുംബൈയിലുള്ള യഹൂദ സ്ട്രീറ്റ് അനേകം ജനതകളിലേക്ക് അവർക്ക് ചിതറിപ്പോകേണ്ടി വന്നു. കർത്താവ് പറഞ്ഞു, അവർ വാളിന്റെ വാൾത്തലയേറ്റ് വീഴും. എല്ലാ ജനതകളിലേക്കും തടവുകാരായി അവരെ കൊണ്ടുപോവുകയും ചെയ്യും. ഈ തിരുവചനങ്ങളെല്ലാം അക്ഷരം പ്രതി ചരിത്രത്തിൽ നിറവേറപ്പെടുകയാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ബൈബിളിലെ ദൈവം ചരിത്രത്തിലെ ദൈവമാണ്. നമ്മുടെ കർത്താവ് സർവാധിപത്യമുള്ള ദൈവമാണ്. പ്രിയ സഹോദര സഹോദരി, കർത്താവിന്റെ പ്രവചനങ്ങളിൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുക. കർത്താവിന്റെ തിരുവെഴുത്തുകളിൽ പൂർണ്ണമായി നമ്മൾ ആശ്രയിക്കുക. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കർത്താവിനായി സമർപ്പിക്കാം. അടുത്ത ആഴ്ചയിൽ വചന ശുശ്രൂഷയിലൂടെ ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ ലോക ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത്, ദൈവം എങ്ങനെയാണ് യഹൂദ ജനതയെ മടക്കിക്കൊണ്ടുവന്നത്, ആ ദൈവിക ഇടപെടലിനെ കുറിച്ച് നമ്മൾ കാണുകയാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിൽ നിന്ന് പഠിക്കുവേൻ. അത്തിമരത്തിന്റെ തളിർപ്പ് അടുത്ത ആഴ്ചയിൽ വചന ശുശ്രൂഷയിൽ നമ്മൾ പഠിക്കും. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു വരണം. ഈ ശുശ്രൂഷയെ കുറിച്ച് നിങ്ങൾ അനേകരോട് പങ്കുവെക്കണം.
അവരെ ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നയിക്കണം. അത് വലിയൊരു സുവിശേഷ വേലയാണെന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും, നിങ്ങളുടെ കുടുംബത്തിന്റെ നിരവധിയായ ആവശ്യങ്ങളെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.